നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നീതിയും ന്യായവും ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മണിപ്പൂരിലെ യുദ്ധസ്മാരകം തൗബലിൽ നിന്നും തുടക്കം കുറിക്കുകയാണ്. 15 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് മാർച്ച് 20-ന് മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ആണ് യാത്ര അവസാനിക്കുന്നത്. 67 ദിവസത്തിനുള്ളിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 100 ലോക്സഭാ സീറ്റുകളിലൂടെ കടന്നു പോകുന്ന യാത്ര കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആവേശമാണ് ജനിപ്പിച്ചിട്ടുള്ളത്. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വംശത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചു നിർത്തുന്ന സാത്താന്മാർക്കിടയിൽ രാജ്യത്തെ ഒന്നായി കാണുന്ന സ്നേഹത്തിൻ്റെ യാത്ര. വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും അഴിമതിയിലും അദാനിയിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അതിൽ നിന്നും രക്ഷ നേടാൻ മതത്തെ ഉപയോഗിക്കുന്നതിനെതിരെയാണ് രാഹുലിൻ്റെ ന്യായ് യാത്ര. പാർലമെന്റിലേക്ക് ഏറ്റവും അധികം അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശിൽ 11 ദിവസങ്ങളിലായി 20 ജില്ലകളിലൂടെ 1000-ലേറെ കിലോമീറ്റർ യാത്ര കടന്നുപോകും. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ ഊന്നിയുള്ള യാത്രയായതിനാൽ BJP ഇതര പാർട്ടികളുടെയും രാജ്യത്തെ സ്നേഹിക്കുന്ന വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും പിന്തുണ ആർജിക്കാൻ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ലൈംഗിക അതിക്രമ ആരോപണത്തിൽ മുൻ ഗുസ്തി പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരായി ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധം, കോവിഡ് സമയത്ത് നടത്തിയ മൃതദേഹങ്ങളുടെ കൂട്ടസംസ്കാരം, പാർലമെന്റിൽ നിന്നും MP-മാരെ അന്യായമായി സസ്പെൻഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര ബുദ്ധി, രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചല്ലാതെ EDയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നടപടി എന്നീ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കും.